UDFന് ഇത്തവണ ഭരണം ലഭിച്ചേ മതിയാകൂ. 2 തവണയായി 10 വർഷം പുറത്തിരുന്നതിൻ്റെ ക്ഷീണം അത് മാറാനും UDF എന്ന സംവിധാനം തന്നെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തവണ ഭരണം പിടിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അതിശക്തമായ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിനെ പോലെ തന്നെ മുസ്ലിം ലീഗും ബാധ്യസ്ഥരാണ്. മുസ്ലിം ലീഗ് അതിശക്തമായ പിന്തുണ നൽകിയാൽ മാത്രമേ UDFൻ്റെ വിജയം ഉറപ്പാകുകയുള്ളൂ. മുസ്ലിം ലീഗിൽ അതുകൊണ്ട് തന്നെ ചർച്ചകൾ ആദ്യം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗിലെ 3 ടേം വ്യവസ്ഥയിൽ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകുന്നുവെന്നും ചിലരെ ഒഴിവാക്കുന്നുവെന്നുള്ള വാർത്തകളാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് വരുന്നത്. 3 ടേം പൂർത്തിയാക്കാത്തവരും ഇത്തവണ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. അതായത് PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ, KPA മജീദ്, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന്, P ഉബൈദുള്ള എന്നിവരാണ് 3 ടേം അല്ലെങ്കിൽ 15 വർഷം തുടർച്ചയായി MLA-മാരായി നിൽക്കുന്നത്. അതിലധികമോ പൂർത്തിയാക്കിയവരുണ്ട് ഇതിൽ തന്നെ. കുഞ്ഞാലിക്കുട്ടിയുടെ കഥയൊക്കെ നമുക്കറിയാം. അദ്ദേഹം മുസ്ലിം ലീഗിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ പലരെയും മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് KPA മജീദ്, UA ലത്തീഫ്, P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന് തുടങ്ങിയവർക്ക് വീണ്ടും അവസരം ലഭിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് പറയുന്നത്. MK മുനീറിനെ മത്സരിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പവും നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ് അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. അതുപ്രകാരം കുഞ്ഞാലിക്കുട്ടി വേഗരയിൽ നിന്ന് ചിലപ്പോൾ മലപ്പുറത്തേക്ക് മാറി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. രണ്ടും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പിന്തുണയും വേരോട്ടവുമുള്ള മണ്ഡലം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം വേങ്ങരയിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കും. അതുപോലെ തന്നെ KPA മജീദ് 3ാം ടേം പൂർത്തിയാക്കി മാറി നിൽക്കാൻ ഇടയുള്ളതിനാൽ ഒരുപക്ഷെ തിരൂരങ്ങാടിയിലും PMA സലാമിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ സലാം അല്ലെങ്കിൽ വനിതാ ലീഗിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള സുഹറ മമ്പാടും മത്സരിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേര് മഞ്ചേരിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. N ഷംസുദ്ദീൻ, PK ബഷീർ, മഞ്ഞളാംകുഴി അലി എന്ന പ്രധാനപ്പെട്ട നേതാക്കൾ 3 ടേം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത്തവണയും സീറ്റ് നൽകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം N ഷംസുദ്ദീൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് നിന്ന് ഉള്ള ശക്തനായ നേതാവാണ്. അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷെ ആ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയവും മുസ്ലിം ലീഗിനുണ്ട്. അതുപോലെ തന്നെ PK ബഷീർ അദ്ദേഹത്തിൻ്റെ നർമ്മം ചാലിച്ച വാക്കുകൾ കൊണ്ട് നിയമസഭയെ അദ്ദേഹം പുളകം കൊള്ളിക്കുന്ന ഒരു MLA എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ജയിപ്പിച്ച് മന്ത്രിയാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ PK ബഷീറിനും അതുപോലെ മഞ്ഞളാംകുഴി അലിക്കും ഇത്തവണ സീറ്റുകൾ നൽകും എന്നതാണ് പറയുന്നത്. ഏറനാട് MLA ആയിട്ടുള്ള PK ബഷീറിന് ഇളവ് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ഡലം മാറിയേക്കും. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസ്മായിൽ മുത്തേടത്തിനാണ് ഏറനാട്ട് സാധ്യത കൂടുതലുള്ളത്. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ചെറിയ വോട്ടിനാണ് തോറ്റത്, 1000-ൽ താഴെ വോട്ടുകൾക്ക്. അദ്ദേഹത്തെ ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തേക്ക് മാറ്റുമെന്നും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ MSFൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസിൻ്റെ പേരാണ് അതിന് പകരമായി താനൂരിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. NA നെല്ലിക്കുന്ന് കാസർഗോഡ് MLA ആണ്. അതുപോലെ KPA മജീദ്, P ഉബൈദുള്ള എന്നിവരും 3 ടേം പൂർത്തിയാക്കി. അതുപോലെ തന്നെ UA ലത്തീഫ്, മഞ്ചേരി MLA ആയ ലത്തീഫും ഇത്തവണ മാറി നിൽക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ കാസർഗോട്ട് പറഞ്ഞു കേൾക്കുന്ന പേരിൽ ഏറ്റവും പ്രധാനം മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ പ്രാസംഗികൻ KM ഷാജിയുടേതാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ കല്ലട്ര മാഹിൻ ഹാജിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. അബ്ദുൾ റഹിമാൻ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. NA നെല്ലിക്കുന്ന് കാസർഗോഡ് പ്രിയങ്കരനായ MLA ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് 15 വർഷം പൂർത്തിയാക്കുന്ന അദ്ദേഹം ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അറിയുന്നത്. അതുപോലെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം ശക്തനായ MLA ആണ്, അദ്ദേഹം തുടരും. കോട്ടക്കല്ലിലാണെങ്കിൽ ആബിദ് ഹുസൈൻ തങ്ങളും തിരൂരിൽ കുറുക്കോളി മൊയ്തീനും തുടരാനാണ് സാധ്യതയുള്ളത്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി TP അഷറഫ് അലി, MSFൻ്റെ ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു, അതുപോലെ ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PMA സമീർ എന്നിവരുടെ പേരും വിവിധ മണ്ഡലങ്ങളിലായി പരിഗണിക്കുന്നതായി സൂചനകൾ വന്നിട്ടുണ്ട്. ഏതായാലും UDFനെ അധികാരത്തിലേറ്റാൻ
കഴിഞ്ഞ തവണ 27ഓളം സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 15ഓളം സീറ്റുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസിനൊപ്പം തന്നെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായി മാറി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പ്രധാന ലക്ഷ്യമായി ഉള്ളത്. അതിലൊരു പക്ഷേ ആരെയും കുറച്ചു കണ്ടിട്ടല്ല പലരും മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം.